അവധി കാര്യത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിഷയം പരിശോധിച്ചതിനായി നിയോഗിച്ച സമിതി എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം കേൾക്കുമെന്നും കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ അവധിക്ക് കടുത്ത ചൂടുള്ള മെയ് മാസവും കൂടുതൽ മഴയുള്ള ജൂൺ മാസവും പരിഗണിക്കാമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മന്ത്രിക്ക് മുന്നിൽ നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. മഴ മൂലം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏറെ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ മധ്യവേനൽ അവധി മഴക്കാല അവധിയാകുന്നത് സംബന്ധിച്ച ആലോചന വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു തുടങ്ങിവെച്ചത്. മന്ത്രിയുടെ നിർദ്ദേശത്തെ അനുകൂലിച്ചും എതിർത്തും നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു. ഇതോടെയാണ് ഇക്കാര്യം വിശദമായി പരിശോധിക്കാനായി ഒരു സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം ഉൾക്കൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സമയമാറ്റ വിഷയത്തിൽ EK വിഭാഗം സമസ്ത ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. നേമത്ത് BJPയെ തോൽപ്പിച്ച താൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നയാളാണെന്ന് വ്യക്തമാക്കിയ ശിവൻകുട്ടി എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളോട് തനിക്ക് തുല്യ സ്നേഹമാണെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ സമയമാറ്റ കാര്യത്തിൽ മന്ത്രി ചടങ്ങിൽ പ്രതികരണം നടത്തിയതുമില്ല. സ്കൂൾ സമയമാറ്റത്തിൽ നേരത്തെ എതിർപ്പുയർത്തിയ കാന്തപുരം അവധിമാറ്റ വിഷയത്തിൽ കാന്തപുരം മന്ത്രിക്ക് മുന്നിൽ തന്റെ നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. ചൂടുകൂടിയ മെയ് മാസവും മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂളുകൾക്ക് അവധി നൽകണമെന്നും വർഷത്തിൽ നടക്കുന്ന 3 പരീക്ഷകൾ 2 പരീക്ഷകളാക്കി ചുരുക്കണമെന്നുമായിരുന്നു കാന്തപുരത്തിന്റെ നിർദ്ദേശം. അതേസമയം മതസംഘടനകളുടെ എതിർപ്പ് മറികടന്ന് സ്കൂൾ സമയമാറ്റം നടപ്പാക്കിയ സർക്കാർ തീരുമാനത്തിനെതിരെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് EK വിഭാഗം സമസ്തയുടെ തീരുമാനം. പാലക്കാട് ഒരു സ്കൂളിൽ ബോംബ് പൊട്ടിയൊരു വിഷയം ഉണ്ടായിരുന്നു. ബോംബ് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതെ, ഇന്നിപ്പം റിപ്പോർട്ട് കിട്ടിയായിരുന്നു. പാലക്കാട് വ്യാസ വിദ്യാപീഠ സ്കൂളിലാണ് സംഭവം നടന്നത്. പ്രീ പ്രൈമറി സ്കൂളിൻ്റെ സമീപത്താണ് ഈ സംഭവം നടന്നത്. കോമ്പൗണ്ടിനകത്ത് 4 ബോംബുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തു എന്ന് പറയാം, ബോംബെന്നോ അങ്ങനെ പറയാം. 4 എണ്ണം ഉണ്ടായിരുന്നു. 1 പൊട്ടിത്തെറിച്ചത്, 3 എണ്ണം പോലീസ് എടുത്തു. ഇപ്പോഴും അത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. RSSൻ്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. RSSന് ഇതിനോട്ട് നല്ല ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ബോംബ് അവർ തയ്യാറാക്കി ഇതിനെ കുഴിച്ചിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആവശ്യത്തിനെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലെ ഒരു കാര്യം ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. CBSE സ്കൂളായതുകൊണ്ട് മറ്റു നടപടി എടുക്കാനുള്ള അധികാരാവകാശം ഞങ്ങൾക്കില്ല. പക്ഷേ NOC കൊടുക്കുന്നത് ഞങ്ങളാണ്, നോൺ ഒബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങളാണ്. അത് ഏത് വിദ്യാലയത്തിലായിരുന്നാലും. അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാലയങ്ങളിൽ കോമ്പൗണ്ടുകളിൽ ഇത്തരം സ്ഫോടക വസ്തുവും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും പിന്നെ പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ അത് മാനേജ്മെൻറ്റും സ്കൂളും അറിയേണ്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നൽകിയിട്ടുള്ള NOC പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സർവ് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും, CBSE ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഷയം ആയിക്കോട്ടെ, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി അനുവദിക്കില്ല. അതിപ്പം RSSനുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും വിശ്വഭാരതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെൻ്റ് ആയിരുന്നാലും മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ നടത്തിയാൽ അത്തരം സ്കൂളിൻ്റെ NOC പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.